ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലയാളി വൈബ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് മൊമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ മൈദമാവ് നന്നായി കുഴച്ച് വയ്ക്കുക ചപ്പാത്തി പരുവത്തിൽ. എന്നിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ അതൊന്ന് അവിച്ചെടുക്കുക, സ്റ്റീം ചെയ്യാൻ വേണ്ടി വയ്ക്കുക. എന്നിട്ട് നമ്മൾക്ക് വേണ്ടത് സവാള, പച്ചമുളക് അരിഞ്ഞത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണയും കടുകുമിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളിക്കറിക്കൊക്കെ ചെയ്യുന്ന പോലെ സവാള ഒന്ന് വഴറ്റിയെടുക്കുക. പക്ഷെ മസാല ഒന്നും ആദ്യമേ ചേർക്കരുത്. നന്നായി വഴണ്ട് വന്ന ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. കുരുമുളക് പൊടി നല്ല രീതിയിൽ ആഡ് ചെയ്യും. നമ്മളിതിൽ മുളക് പൊടി, അതുകൊണ്ട് കുരുമുളക് പൊടി നല്ല രീതിയിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ അത് വഴറ്റുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യണം. പിന്നെ നമ്മളൊരു ചെറിയ ഒരു മുള്ളിന് വേണ്ടി നമ്മൾ ഉപ്പ് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ചെറുതായി അരിഞ്ഞ് അല്ലെങ്കിൽ പൊടിച്ചെടുത്ത് ഈ ഒരു വഴണ്ട് വന്ന ആ ഒരു സവാളയിലേക്കും പച്ചമുളകിലേക്കും ഇടുക. എന്നിട്ട് ശേഷം അത് പാൻ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നമ്മൾ ചപ്പാത്തി പരുവത്തിലേക്ക് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിനുള്ളിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ രണ്ടായി മടക്കി ഇതുപോലെ കണ്ടോ, ചെറുതായി ഇങ്ങനെ പ്രസ് ചെയ്ത് അകത്തേക്ക് മടക്കുക. അങ്ങനെ നമ്മൾ പയ്യെ മടക്കണം. ഓവറായിട്ട് ഫില്ല് ചെയ്ത്, എന്നാൽ അത് കീറിപ്പോകും. ആവശ്യത്തിന് തന്നെ ഫില്ല് ചെയ്ത് പയ്യെ മടക്കിയെടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ മൊമോസും തയ്യാറാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ആ ഒരു ഷേപ്പ് വരുന്നത്. അങ്ങനെ ഞാൻ ഇത്രയും 7 എണ്ണമാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾക്ക് ആവി കയറ്റാൻ വേണ്ടി ഒരു ഇഡ്ഡലി പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ തടവുക. എണ്ണ തടവാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. എണ്ണ തടവിയ ശേഷം നമുക്ക് ഈ ഓരോ മൊമോസും അതിന് മുകളിലേക്ക് വയ്ക്കാം. അതിനടിയിൽ വെള്ളം എടുക്കണമെന്ന് അറിയാമല്ലോ, ഇഡ്ഡലി പാത്രത്തിന് അടിയിൽ. അപ്പം നമ്മളിങ്ങനെ ഓരോ മൊമോസും അതിലേക്ക് വെച്ച് എണ്ണ തടവിയ ശേഷമാണിത് വെക്കേണ്ടത്. എന്നിട്ട് നമുക്കത് അടച്ച് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് എടുക്കുമ്പോൾ നമ്മുടെ മൊമോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.